ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എങ്ങും എമ്പുരാൻ തരംഗം തന്നെയാണ്. ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയതു മുതൽ ചരിത്ര നേട്ടമാണ് എമ്പുരാൻ നേടിക്കൊണ്ടിരിക്കുന്നത്. പല റെക്കോർഡുകളും ഇപ്പോൾ തന്നെ സ്വന്തം പേരിലാക്കി. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ റിലീസിനോടടുക്കുകയാണ്. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വമ്പൻ റെക്കോർഡുകളാണ് നേടുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചു. ബുക്കിംഗ് തുടങ്ങിയ ഉടൻ തന്നെ വിറ്റുപോകുന്ന എല്ലാ തിയേറ്ററുകളും ഫുള്ളാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ബുക്കിംഗ് ആരംഭിച്ച് 1 മണിക്കൂർ തികയും മുന്നേ 83,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് എമ്പുരാന്റേതായി വിറ്റുപോയത്. ബുക്കിംഗ് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ബുക്കിംഗ് ആപ്ലിക്കേഷനായ ബുക്ക് മൈ ഷോ വരെ ഹാങ് ആവുകയും സെർവർ ഡൗൺ ആവുകയും ചെയ്തു. അത്രമാത്രം പ്രതീക്ഷയോടാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെ നോക്കിക്കാണുന്നത്. ലിയോയുടെയും പുഷ്പ 2-ന്റെയും റെക്കോർഡുകൾ തിരുത്താനും എമ്പുരാന് സാധിച്ചു. 1 മണിക്കൂറിൽ എമ്പുരാന്റേതായി 83,000-ലധികം കൂടുതൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റിരിക്കുന്നത്. ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നിട്ട് നിന്നിരുന്നത് വിജയ് ചിത്രം ലിയോ ആയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 82,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. തൊട്ടുതാഴെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ 2 ആണ്. 80,000-ഓളം ടിക്കറ്റുകളാണ് പുഷ്പ 2 വിറ്റത്. ഈ റെക്കോർഡ് 1 മണിക്കൂറിലാണ് എമ്പുരാൻ തൂക്കിയടിച്ചത്. അപ്പോൾ തന്നെ നമുക്കറിയാം എമ്പുരാന്റെ പവർ. മോഹൻലാലും പൃഥ്വിരാജും വന്നിരിക്കുന്ന ഈ ചിത്രം റിലീസ് ദിനം എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആകുമെന്നതിൽ ഒരു സംശയവുമില്ല. ചിത്രം പോസിറ്റീവായാൽ ആഘോഷമായിരിക്കും മോഹൻലാൽ ആരാധകർക്കും മലയാള സിനിമാ പ്രേക്ഷകർക്കും. എമ്പുരാൻ വേൾഡ് വൈഡായി എത്ര കോടി കളക്ട് ചെയ്യുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. കൂടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.